എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് കുറച്ച് മനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. ഹൗ ടു ഇറേസ് നെഗറ്റീവ് തോട്ട്സ്. നമ്മളെല്ലാവരുടെയും ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് സമ്മർദ്ദം. സമ്മർദ്ദത്തിനെ പറ്റി പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് എങ്ങനെയാണ് നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് തന്നെ നമുക്ക് മാറ്റാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമുക്ക് ഉപദേശിക്കാൻ ഭയങ്കര എളുപ്പമാണ് അല്ലേ? നമ്മളുടെ തന്നെ കൂട്ടുകാരോടൊക്കെ പറയുമ്പോൾ അത് സാരമില്ലടാ പോട്ടെ എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഇപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ബോൾഡ് ആവണം, കുറച്ചും കൂടി ഒന്ന് സീരിയസ് ആവണം, അല്ലെങ്കിൽ അതൊക്കെ പോട്ടെ എന്ന് വിചാരിക്കുക, നീ നോ പറയണം എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ തിരിച്ച് നമ്മളുടെ ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോൾ നമുക്കത് സാധിക്കാറില്ല. അല്ലെങ്കിൽ നമ്മൾക്കത് പലപ്പോഴും കൺഫ്യൂസ്ഡ് ആവും പലരും. അതെങ്ങനെ നമുക്ക് ഒരു ടെക്നിക്ക് വഴി നമുക്ക് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ ടെക്നിക്ക് എന്നല്ല, ഒരു സാധാരണ രീതിയിൽ, അല്ലെങ്കിൽ ഇതൊരു ഇപ്പോൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലർക്കും ഇത് കേൾക്കേണ്ട ഒരു സമയമായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഞാൻ ചിലപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള, അല്ലെങ്കിൽ ഏറ്റവും വലിയ വലിയ എക്സ്പേർട്സ്, അതുപോലെ തന്നെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള പല ആൾക്കാരുടെയും ജീവിത ചരിത്രങ്ങളിലൂടെ അവർ പോകുമ്പോൾ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അതിൽ നിന്ന് കരകയറാൻ പറ്റും. നമ്മൾ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട്, ചേഞ്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് വരും അല്ലേ? അതിൽ നിന്ന് നമ്മൾ കാട് കയറി അങ്ങനെയൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല. പക്ഷെ നമ്മൾ എന്താണ് ആ സമയത്ത് ചെയ്യുന്നത്? ഒരു നെഗറ്റീവ് തോട്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ സംഭവിക്കുമായിരിക്കും, അത് കഴിഞ്ഞിട്ട് അത് അങ്ങനെ സംഭവിക്കുന്ന പറഞ്ഞാൽ ഏറ്റവും വേഴ്സ്റ്റായിട്ട് നമ്മൾ ചിന്തിച്ച് ഭയങ്കരമായൊരു ടെൻഷൻ വന്ന് ആ ടെൻഷൻ നമ്മുടെ ബോഡിയെ ബാധിച്ച് പാനിക് അറ്റാക്കായി പിന്നെ എല്ലാവരും വിളിച്ചുകൂട്ടി നമ്മൾ ആശുപത്രിയിൽ പോകുന്നു, ECG എടുക്കുന്നു, ഇങ്ങനെയൊക്കെയാണ്. ഇതാണ് യൂഷ്വലി നടക്കുന്ന ഒരു പാറ്റേൺ, എസ്പെഷ്യലി ഈ കാലഘട്ടത്തിൽ. അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് സോഷ്യലൈസേഷൻ കുറവാണ്. തുറന്ന് പറയാൻ എല്ലാവർക്കും മടിയാണ്. എല്ലാവരിലും ചെറിയൊരു ഈഗോയും ഉണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല കാര്യങ്ങളിലും സൂയിസൈഡിലേക്കും അതുപോലെ തന്നെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്കും ചെന്ന് എത്തിക്കുകയും ചെയ്യും. ചെറിയൊരു കാര്യമായിരിക്കും. നമ്മൾ പലപ്പോഴും ന്യൂസ് പേപ്പറിൽ വായിക്കുമ്പോൾ ഈ ചെറിയ കാര്യത്തിനാണോ ആ കുട്ടി ആത്മഹത്യ ചെയ്തേ എന്ന് ചോദിക്കും അല്ലേ? പക്ഷെ അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് അത് പറയാനായിട്ടുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളെ കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആൾക്കത് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവില്ല അത് ശരിയാണ്, അവർ പറയുന്നത് ശരിയാണെന്ന് ചിലപ്പോൾ ആൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല. എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിനെ തന്നെ പോസിറ്റീവായിട്ട്, അതായത് ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ വന്നു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ നിങ്ങളുടെ ഓഫീസിൽ വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ പെട്ടെന്ന് സംഭവിക്കുന്നത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ ആ നിമിഷം തന്നെ നമ്മൾ വിചാരിക്കുകയാണ്, ഓക്കെ ഇതെൻ്റെ ഈ ഒരു കാര്യത്തിലൂടെ ആ നെഗറ്റീവ് അങ്ങ് പോയി, ഇനി നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള എന്തോ എനിക്ക് വരാനുണ്ട് എന്ന് അന്നേരം ചിന്തിച്ചാൽ നിങ്ങൾക്കൊരു നെഗറ്റീവും വരില്ല. അന്നേരത്തെ ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ അടുത്ത തോട്ട്സിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെയും ബോഡിയെയും നിങ്ങൾക്ക് ബാധിക്കുന്നത്. ആ പോസിറ്റീവോ ആ നെഗറ്റീവോ ആയിരിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ഒരു ജോലി പോയി. ആ ജോലി പോയ ആ നിമിഷം, അതായത് നിങ്ങളുടെ ബോസ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെ ഞാൻ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് രാജിവെക്കാം, ഇത് തന്നെ നിങ്ങളുടെ ടെർമിനേഷൻ ലെറ്റർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആ നിമിഷം വളരെ ഇതായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആയി നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ഒരു ഇതാണ്, നിങ്ങൾ ഷോക്ക്ഡായി, നിങ്ങൾ കരയാണ്. ആ സ്പോട്ടിൽ നിങ്ങളൊരു വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞു, ഓക്കെ സർ അത് കുഴപ്പമില്ല തന്നോളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് എനിക്കിതിലും നല്ലത് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ഇതെനിക്ക് നല്ലത് കിട്ടും എന്നുള്ള ആത്മവിശ്വാസം ആ സമയത്ത് നിങ്ങൾക്ക് വരുവാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പോലും നിങ്ങൾക്ക് നെഗറ്റീവാണ് തന്നിരിക്കുന്ന പോലും അവർക്ക് പോലും ഞെട്ടിപ്പോവും. അത്രയും ഭയങ്കര ഒരു ഷോക്കിംഗ് റെസ്പോൺസ് നിങ്ങൾ കൊടുക്കാനായിട്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കുക. ഒരു തവണ നിങ്ങൾ ട്രെയിൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കൊള്ളാലോ, ഇനി ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ അങ്ങ് ചെയ്തു പോയാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് എൻ്റെ മനസ്സിൽ ഇത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് നല്ല പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. അതേപോലെ തന്നെ ഈ തവണ അങ്ങനെ നിങ്ങളുടെ
ഈ ഉപബോധ മനസ്സിനെ നിങ്ങൾ പതുക്കെ 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 നെഗറ്റീവിനെ, എല്ലാ നെഗറ്റീവിനെയും പോസിറ്റീവായിട്ട്, ഞാൻ മരണം ഇതൊന്നും ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അതിനകത്ത് നിങ്ങൾക്ക് ആ ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കരയേണ്ടതാണെങ്കിൽ നമ്മൾ കരഞ്ഞേ പറ്റൂ, അത് നമ്മളുടെ വിധി എന്ന് പറയാം. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ കുഞ്ഞു 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 കാര്യങ്ങൾ നിങ്ങൾ തലപുണ്ണാക്കി ഭയങ്കരമായൊരു കോംപ്ലിക്കേഷനിൽ പോവാതിരിക്കാൻ ഈ ഒരു കാര്യം നിങ്ങളെ ഭയങ്കരമായിട്ട് ഉപകരിക്കും. നിങ്ങൾ യൂസഫ് അലി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നമ്മളുടെ തന്നെ മലയാളികളിൽ വളരെ ബിസിനസ്സിലായിക്കോട്ടെ, വേറെ പൊളിറ്റിക്കൽ ലെവലിലായിക്കോട്ടെ, ഇവർക്കൊക്കെ എത്രയോ തോൽവികളും എത്രയോ പ്രശ്നങ്ങളും നേരിടുന്നവരാണ് ഇവർ. പക്ഷെ നമുക്കൊരു ചെറിയ കാര്യം വരുമ്പോൾ പോലും നമ്മൾ ഭയങ്കരമായിട്ട് പാനിക്കിങ് ആവുന്നു. അപ്പം ഇത്രയും ആൾക്കാർ അവർക്ക് പൊതുജനങ്ങളോട് വരെ മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും എങ്ങനെയാണ് ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ അവരതിനെ ഫേസ് ചെയ്യുന്നത്? അത് ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് നമ്മുടെ പ്രോബ്ലം എപ്പോഴും വളരെ വലുതായിരിക്കും. പക്ഷെ നമ്മൾ അന്നേരം ചിന്തിക്കേണ്ട എന്താ, എങ്ങനെയാണ് ഈ പൊളിറ്റീഷ്യന്മാരായിക്കോട്ടെ, ഇത്രയും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് അവർ ഹാൻഡിൽ ചെയ്യണം എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ ചിന്തകൾ, അതിനെ ബ്രൗസ് ചെയ്ത് അത് സെർച്ച് ചെയ്ത് അവരെങ്ങനെയാണ് അതിൽ നിന്ന് കരകയറിയതെന്ന് നമ്മൾ ചിന്തിക്കുക. ഇപ്പോൾ ഒരു നെഗറ്റീവായിട്ടൊരു പാർലമെൻറ്റിൽ അവർക്കൊരു ക്വസ്റ്റ്യൻ ത്രോ ചെയ്യുമ്പോൾ അവർ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് അവിടെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് അവരവിടെ കരയോ പാനിക് അറ്റാക്കോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ വളരെ ഇതായിട്ട് അതിനെ അതിജീവിച്ച് പോരാടുകയാണ്. ഈ ഫൈറ്റിംഗ് ഇതായിട്ടുള്ള ആ ഒരു ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കും. അതായത് യു ആർ എ വാരിയർ, യു ആർ എ ഫൈറ്റർ എന്ന് നിങ്ങളോട് തന്നെ നിങ്ങളുടെ ഉപബോധ മനസ്സ് പറയും. 2-3 പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ദെൻ യു ബിക്കം എ സക്സസ്ഫുൾ പേഴ്സൺ ഓൾറെഡി. അങ്ങനെയാണ് നമ്മൾ നമ്മളുടെ മനസ്സിനെ ടാക്കിൾ ചെയ്യേണ്ട രീതി. അല്ലാതെ ഒരു ചെറിയ കാര്യം പറയുന്നത് അയ്യോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ താഴേക്ക് ഇരിക്കരുത്. നമ്മൾ തന്നെ ഈ ലോകത്ത് ഒരാളും നിങ്ങളുടെ അടുത്ത് ഓടി വന്ന് രക്ഷിക്കുക. ആ സമയത്ത് നമുക്കൊരു ഡോക്ടറിനെ ഓടിപ്പോയി കാണാൻ പറ്റില്ല, ഒരു കൗൺസിലിങ്ങിന് പോകാൻ പറ്റില്ല, പേരൻസിനെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങളുടെ കൂട്ടുകാരനെ കിട്ടില്ല. ആ സമയത്ത് നിങ്ങൾ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. ആ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി പറയുക ഇല്ല. ആ ഒരു തോട്ടിനെ പെട്ടെന്ന് തന്നെ എസ്, അതായത് നോ ആണെങ്കിൽ എസ് എന്ന് പറഞ്ഞ് നിങ്ങൾ അപ്പം തന്നെ നിങ്ങളതിനെ സ്വാപ്പ് ചെയ്ത് ഇനി തൊട്ട് ഈ ടെക്നിക്ക് ഒന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും.